എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സേനാണ്. ജീവിക്കാൻ വേണ്ടി രണ്ട് തരം പണികൾ എടുക്കുന്നവരുണ്ട് നമുക്കിടയിൽ. ഒന്നാമത്തെ വർഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ നയിച്ച് തിന്നുക എന്ന് പറയും. അതായത് അവനവൻ്റെ പണിയെടുത്ത് മാനമര്യാദയായിട്ട് ജീവിക്കുന്നവർ. രണ്ടാമത്തെ വർഗം എന്ന് പറയുന്നത് ഭൂലോക ഉഡായിപ്പുകൾ. മറ്റുള്ളവരെ എങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും ജീവിക്കാമെന്ന് നോക്കി നടക്കുന്ന രണ്ടാമത്തെ വർഗം. ഈ ഒരു രണ്ടാമത്തെ വർഗം സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ വളരെയധികം പെറ്റുവരികയാണ്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വെർച്വൽ വേൾഡാണ്. ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ആൾ വേറെ എവിടെയോ ഇരിക്കുന്ന ആളുമായിട്ട്. അപ്പോൾ ഇവർ രണ്ടാളും തമ്മിൽ നേരിട്ട് കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ ഇത്രയും നല്ലൊരു മീഡിയ സോഷ്യൽ മീഡിയ പോലെ അല്ലാതെ ഇല്ല. അത്രയും പ്രശ്നങ്ങൾ, അത്രയും പറ്റിക്കലുകൾ നിങ്ങളിപ്പോൾ ഓരോന്നും കാണുന്നതല്ലേ ടി വിയിൽ. ഫുൾ പറ്റിക്കൽ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പം ഞാൻ ഇന്നീ ഒരു ടോക്ക് ചെയ്യാൻ കാരണം എൻ്റെ പേരിൽ പല ഫേക്ക് പ്രൊഫൈലുകളും ടെലിഗ്രാമിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് പലരുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് പൈസ മേടിച്ചു എന്നൊക്കെ പറയുന്ന കേസുകൾ ഞാൻ സ്ഥിരം കാണുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച വളരെ വെറൈറ്റി ആയിട്ട് എൻ്റെ പേരിൽ നടന്ന ഒരു ഉഡായിപ്പ്, ഒരു മാട്രിമോണി തട്ടിപ്പ്. അപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞപ്പോഴാണ് ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു ടോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം ഞാൻ ഈ തട്ടിപ്പിനെ പറ്റിയിട്ട് പറയാം. നോക്കൂ, എൻ്റെ കമൻറ്റ് ബോക്സുകളിലും അല്ലെങ്കിൽ മെസ്സഞ്ചറുകളിലൊക്കെ സാധാരണ ചില ആളുകളൊക്കെ വന്ന് പറയാറുണ്ട്, ഞാൻ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തു, നിങ്ങൾ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ ഞാൻ ഇത്ര പൈസ നിങ്ങൾക്ക് ഇട്ട് തന്നു എന്നൊക്കെ. അവരോടൊക്കെ ഞാൻ വളരെ താണുകയാണ് പറയാറുണ്ട്, ചേട്ടാ എനിക്ക് അങ്ങനെ ഒരു പ്രൊഫൈൽ ഇല്ല, ടെലിഗ്രാമിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ടെലിഗ്രാമിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല, ഞാൻ നിങ്ങളുമായിട്ട് പേഴ്സണലി പ്രൊഫൈൽ ആരെങ്കിലും എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തതായിരിക്കും, പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിവരമില്ലായ്മ, നിങ്ങളുടെ വിഡ്ഢിത്തം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഞാൻ എവിടെയും ആരുമായിട്ടും പേഴ്സണൽ ചാറ്റിന് പോകുന്ന ആളല്ല എന്ന് ഞാൻ പലതവണ ഇങ്ങനെ എന്നോട് മെസ്സേജ് ചെയ്ത ആളുകൾക്ക് പറയാറുണ്ട്. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു മെസ്സേജ് കിട്ടുന്നത് ഇൻസ്റ്റയിൽ എനിക്കറിയാത്ത ഒരു പ്രൊഫൈല്. അവരെന്നോട് ഇതാണ് ആ ചാറ്റ്, ഈ ഒരു ചാറ്റ്. ഓക്കെ, അപ്പോൾ ഇവർ എന്നോട്, ഞാൻ അവരുടെ പേര് കാണിക്കുന്നില്ല, ഈ ഒരു ചാറ്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈസ് യുവർ പ്രൊഫൈൽ ഹാക്ഡ്? നിങ്ങളുടെ പ്രൊഫൈൽ ഹാക്ക് ചെയ്തിട്ടുണ്ടോ? സം അതർ പേഴ്സൺ ഈസ് യൂസിങ് യുവർ പിക്സ് ആൻഡ് ദേ ആർ ആസ്കിങ് ഫോർ മണി. ആരോ എൻ്റെ, അപ്പം ഞാൻ സ്ഥിരം നമുക്ക് കേൾക്കുന്നതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നോക്കൂ, എൻ്റെ പ്രൊഫൈൽസ് എല്ലാം വെരിഫൈഡ് ആണ്. അത് വെരിഫൈഡ് പറഞ്ഞാൽ ബ്ലൂടിക്ക് ഉള്ളതാണ്. അത് ഫേസ്ബുക്കിലായാലും ശരി, ഇൻസ്റ്റയിലായാലും ശരി, എല്ലാ പ്രൊഫൈലുകളും വെരിഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഫേക്ക് പ്രൊഫൈൽ ഉപയോഗിച്ച് നിങ്ങളോട് പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ പെരുമാറുക, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നില്ല എവിടെയാണ് എൻ്റെ ഈ ഫേക്ക് പ്രൊഫൈൽ. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇത് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരിക്കും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ലിങ്ക് ഒന്ന് എനിക്ക് അയച്ചു തരൂ, ആ ഫേക്ക് പ്രൊഫൈലിൻ്റെ ലിങ്ക് അയച്ചു തരൂ, സോ ദാറ്റ് എനിക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാര്യം എൻ്റെ വെരിഫൈഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് മെറ്റയ്ക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈൽ എനിക്ക് റിമൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം എന്നോട് പറഞ്ഞു, ഇത് മാട്രിമോണി സൈറ്റിലാണ് കണ്ടതെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. മാട്രിമോണി സൈറ്റിലോ? അപ്പോൾ എനിക്ക് അവർ മാട്രിമോണി സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നു. ഇത് നോക്കിയേ, വളരെ പ്രശസ്തമായ ഒരു മാട്രിമോണി സൈറ്റിൽ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ വീണ അലൂരി, കന്നഡയാണ്, 29 വയസ്സ്, അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് കന്നഡികയാണ്, പിന്നെ എവിടെയാണ് ജനിച്ചത് വളർന്നത് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ ഇങ്ങനെ എൻ്റെ ഫോട്ടോ വെച്ച് വേറെ ഒരു പേര്, വീണ അലൂരി എന്ന പേരിൽ ഒരു കന്നഡികയായിട്ടുള്ള പെൺകുട്ടിയാണ് കല്യാണം കഴിക്കാൻ താല്പര്യപ്പെട്ട് ഒരു മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ മാട്രിമോണി സൈറ്റിൽ ഇവരുടെ ബ്രദർ, ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച സ്ത്രീയുടെ ബ്രദർ പോയിട്ട് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യുകയും, ഒബ്വിയസ്ലി പൈസ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മോശമായിട്ടുള്ള ചാറ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോഴാണല്ലോ ഒരാൾക്ക് പൈസ ചോദിക്കാൻ പറ്റുക, ഭീഷണിപ്പെടുത്തി പൈസ ചോദിക്കാൻ പറ്റുക. അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ അനിയൻ ചാറ്റ് ചെയ്ത വാട്സപ്പ് നമ്പർ നിങ്ങൾ എനിക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവർ ആ വാട്സപ്പ് നമ്പർ അയച്ചു തന്നു. വാട്സപ്പ് നമ്പർ UK രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പറാണ്. +44 7418944138. ഈ മൊബൈൽ നമ്പറാണ് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബ്രദറിന് കൊടുത്തത്. അപ്പോൾ ഒബ്വിയസ്ലി ബ്രദർ എന്തെങ്കിലും ഒരു സെക്സ് ചാറ്റോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം, എങ്കിലല്ലേ പൈസ ചോദിക്കാൻ പറ്റൂ. അപ്പോൾ പലർക്കും പറ്റുന്ന കാര്യം ഇതാണ്. ഇന്ന ആളെന്ന് പറഞ്ഞ് മോശം ചാറ്റിൽ ഉൾപ്പെടും, അത് കഴിഞ്ഞ് പൈസ ചോദിക്കും. അപ്പോൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്ത് പറയും? ഞാൻ ഈ ചാറ്റ് പരസ്യപ്പെടുത്തും, നിങ്ങളെ നാറ്റിക്കും, നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ പേടിച്ചിട്ട് പലരും പൈസ കൊടുക്കും. ഇതാണ് എപ്പോഴും സംഭവിക്കുന്ന സംഭവം. അപ്പോൾ ഇതിൽ പറ്റിക്കുന്ന ആളെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പറയുന്ന മോശം ചാറ്റിന് പോകുന്ന ആളുകളെ കൂടി നമ്മൾ പറയണം. മനസ്സിലായോ? കയ്യിലിരിപ്പോൾ അവരുടെയും ശരിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരാളല്ലേ, നിങ്ങൾ ആ മാട്രിമോണിയിൽ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളതും ഇത് ഫേക്ക് പ്രൊഫൈൽ ആണ് എന്നുള്ളതും നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യൂ. പക്ഷേ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയ ഒരു കാര്യം, ഈ മാട്രിമോണിയിൽ ഇത്രത്തോളം സ്ക്രൂട്ടിനൈസേഷൻ നടക്കാതെയാണോ
രജിസ്ട്രേഷനൊക്കെ നടക്കുക. ഇപ്പം നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് ഇല്ലാത്തൊരു പേരെടുത്തിട്ടിട്ട് മാട്രിമോണിക്കാർ ഐഡിയ ഒന്നും ചോദിക്കില്ലേ? എനിക്കറിയില്ല. എനിക്ക് വളരെയധികം അത്ഭുതം തോന്നി. വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു മാട്രിമോണി സൈറ്റിൻ്റെ പേരാണ് ഞാൻ ഇതിൽ കണ്ടത്. പക്ഷേ അവർ ഇത്രയും ഒരു ഐഡന്റിറ്റി കൺഫേം ചെയ്യാതെയാണോ അതിലൊക്കെ ആളുകളെ രജിസ്റ്റർ ചെയ്യുന്നത്? ഇങ്ങനെ പറ്റിക്കാൻ എളുപ്പമാണോ മാട്രിമോണി സൈറ്റ്? എനിക്കറിയില്ല. കാര്യം ഞാൻ മാട്രിമോണി ഉപയോഗിച്ച ശീലം എനിക്കില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉടായ്പ് പോയി ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെയാണ് എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ആരുടെങ്കിലൊക്കെ ഫോട്ടോ, ഇപ്പോൾ മാട്രിമോണി സൈറ്റ് അല്ല എവിടെയാണെങ്കിലും ആരുടെങ്കിലും ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നിങ്ങളുമായിട്ട് ചാറ്റിങ്ങിന് വരുന്നുണ്ടെങ്കിൽ, മോശമായിട്ടുള്ള ചാറ്റിങ് നിങ്ങളുമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് നിങ്ങൾക്ക് പണി തരാനാണ്. നിങ്ങൾ അതിൽ പോയി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലും ഇട്ടിട്ട് അടിച്ചിട്ട് കാര്യമില്ല, പിന്നെ കടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല, പിന്നെ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും, അപ്പോൾ വേറെ ഇനി കഥ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഈ നമ്പർ കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ ഇതെല്ലാം പറഞ്ഞ് ഈ നമ്പർ എല്ലാം പരസ്യപ്പെടുത്തി ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ ഒരു മാട്രിമോണി തട്ടിപ്പ് എൻ്റെ പേരിൽ നടക്കുന്നുണ്ട്, അപ്പോൾ ആരും പോയിട്ട് വീഴണ്ട, ഇതാണ് സംഭവം, ഇന്ന മാട്രിമോണി സൈറ്റാണ്. ഞാൻ ഈ എല്ലാ പറയുന്ന സ്ക്രീൻഷോട്ടുകളും എൻ്റെ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ നമ്പറും കൊടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ നമ്പറിൽ പോയിട്ട് ഇത് എന്താണെന്ന് അറിയണമെന്ന് വെച്ചിട്ട് ഈ നമ്പറിൽ പോയിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഉണ്ടല്ലോ ഈ പറയുന്ന പോലെ ഈ ഒരു ബാർകോഡാണ് അയച്ചു കൊടുത്തിരിക്കുന്നത് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മോശം ചാറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി പൈസ ചോദിക്കുകയാണ്. ചാറ്റ് ചെയ്യുന്നത് എൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ്. അയച്ചു കൊടുക്കുന്നത് മുഴുവൻ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടിരിക്കുന്ന എൻ്റെ ഫോട്ടോസാണ്. എന്നിട്ട് വേറെ ഏതോ ഒരു പേര്, ഒരു തമിഴത്തിയുടെ പേര്, എന്നിട്ട് ചാറ്റ് ചെയ്തപ്പോൾ അവസാനം പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, ഇന്ത്യക്കാരനാണ്, UK നമ്പറാണ്. ഇനിയിപ്പോൾ UK ആളാണോ, UK ഇന്ത്യക്കാരനാണോ, അതോ ഇങ്ങനെയുള്ള വിദേശ നമ്പറുകളും നമുക്ക് സംഘടിപ്പിക്കാത്രേ, അതിന് UK പോകണമെന്നില്ല, അങ്ങനെയും പറയുന്നു. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ്റെ പേരിൽ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഗൂഗിൾ പേക്ക് വേണ്ടി അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ ഇരിക്കുന്ന ഏതോ ഒരാൾ, നമ്മളെ അറിയാത്ത, എന്നെ അറിയാത്ത ഒരാൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മുടെ ഫോട്ടോകൾ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ രീതിയിലാണ് ആളുകളെ പറ്റിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് മാട്രിമോണിയൊക്കെ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരെ വളരെയധികം സൂക്ഷിക്കുക. ഐഡന്റിറ്റി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി. ഇപ്പം ഇത് ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് പേഴ്സണലായിട്ട് എന്നെ അറിയുന്ന കുറേ പേര് മെസ്സേജ് അയച്ചു. അവർക്കൊക്കെ ഇങ്ങനെയുള്ള ചതി മാട്രിമോണിയിൽ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് പല മാട്രിമോണി സൈറ്റുകളിലും, വളരെ വെൽ നോൺ ആയിട്ടുള്ള മാട്രിമോണി സൈറ്റുകളിലും വന്ന പല പ്രൊഫൈലുകളും കുറേ അവർ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ആ പ്രൊഫൈൽ ഫേക്ക് ആണെന്നും അങ്ങനെ ഒരാളില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായത്. അപ്പോൾ മാട്രിമോണി സൈറ്റുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഐഡന്റിറ്റി കൺഫേം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതർവൈസ് നിങ്ങൾ ഓരോ വേണ്ടാത്ത ടോക്കുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നില്ലേ, പല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ അതായത് ഇവർ നമ്മുടെ മോശമായിട്ടുള്ള പിക്ചേഴ്സ്, മോശമായിട്ടുള്ള ചാറ്റുകൾ, നമ്മൾ അവരുമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ അത് വെച്ചിട്ടായിരിക്കും അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ്, നോക്കൂ, ഞാൻ നിങ്ങളെ ഒരിക്കലും ഒരു പേഴ്സണൽ നമ്പറിൽ നിന്നും ഒരു വാട്സപ്പ്, എത്രയോ പേര് എൻ്റെ അടുത്ത് വാട്സപ്പ് നമ്പർ ചോദിക്കാറുണ്ട്, കുട്ടികളുടെ കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ സ്പേസ് ആണ്. ഞാൻ വാട്സപ്പിലൂടെ ഒരു കൺസൾട്ടേഷൻ നടത്താറില്ല, എനിക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരുന്നത് ഒന്നുകിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുന്ന സംശയങ്ങൾക്ക് ഞാൻ ഉത്തരം അവിടെ തന്നെ തരാറുണ്ട്. മെസ്സഞ്ചറിൽ അയക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിന് ഞാൻ മെസ്സഞ്ചറിൽ തന്നെ ഉത്തരം തരാറുണ്ട്. അല്ലാതെ ഒരു മൊബൈൽ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരില്ല, അതിൽ ഞാൻ നിങ്ങളോട് പേഴ്സണൽ ചാറ്റിനും വരില്ല കേട്ടോ. പിന്നെ ടെലിഗ്രാമിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല, ഞാൻ ടെലിഗ്രാം ഉപയോഗിക്കുന്ന ഒരാളല്ല. സോ ടെലിഗ്രാമിൽ ഞാൻ പൈസ കൊടുത്തു, ടെലിഗ്രാമിൽ ഞാൻ ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും വരണ്ട, അത് ഞാൻ ഇവിടെ പറയുന്നു. ഇനി എനിക്കുള്ള അക്കൗണ്ടുകൾ എല്ലാം വെരിഫൈഡ് അക്കൗണ്ടുകളാണ്. ഫേസ്ബുക്കിൽ എനിക്ക് 2 അക്കൗണ്ടുകളുണ്ട്. ഇത് സൗമ്യ S സരിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ബ്ലൂടിക്കുള്ള അക്കൗണ്ടാണ്, വെരിഫൈഡ് ആണ്. ഇത് എൻ്റെ പേഴ്സണൽ പ്രൊഫൈലാണ്. ഓക്കെ, ഇതിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോകൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, അത് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഫോട്ടോസൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതെൻ്റെ പേഴ്സണൽ പ്രൊഫൈലാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് 9 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സുള്ള നമ്മുടെ ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറയുന്ന പേജാണ്. ഓക്കെ, ഇവിടെയാണ് ഞാൻ എൻ്റെ ഹെൽത്ത് ടോക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് പ്രൊഫഷണലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്, അതും വെരിഫൈഡ് ആണ്. അപ്പോൾ 2 വെരിഫൈഡ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലുകളാണ് എനിക്കുള്ളത്. ഇനി ഇൻസ്റ്റാ പ്രൊഫൈലും എൻ്റെ വെരിഫൈഡ് ആണ്. ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പ്രൊഫൈലുണ്ട്. അവിടെയും 2,36,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇതെൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈല്. ഇനിയുള്ളത് എനിക്ക് യൂട്യൂബ് ചാനലാണ്. ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ, ഡോക്ടർ സൗമ്യ സരിൻസ് ഹീലിംഗ് ടോൺസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ. ഇത്രയാണ് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ. ഇവിടെ എവിടെയും ഒരു വാട്സപ്പിലൂടെയോ ഒരു ടെലിഗ്രാമിലൂടെയോ ഞാൻ നിങ്ങളുമായിട്ട് പേഴ്സണൽ ചാറ്റിന് വരില്ല. അതിപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും ശരി. ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നത് എൻ്റെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിലൊന്നും ദർ ഈസ് നത്തിങ് പേഴ്സണൽ, നോ പേഴ്സണൽ ചാറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ദയവ് ചെയ്തിട്ട്
ഇത് ഞാൻ എല്ലാവരുടെ ഒരിക്കൽ കൂടി അവസാനമായി പറയുകയാണ്, ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഫ്രോഡുകളിൽ പോയി വീഴരുത്. അതിപ്പോൾ എൻ്റെ ഫോട്ടോ എന്നല്ല, ആരുടെ ഫോട്ടോ ഇട്ടിട്ട് അവരെന്ത് രീതിയിൽ വന്നാലും ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളിൽ പോയി ചാടി അവസാനം കയ്യിലുള്ള കാശും കളഞ്ഞ് മാനവും കളഞ്ഞ് അവസാനം ആത്മഹത്യയുടെ വക്കിൽ പോയി എത്തുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. കുറച്ചൊക്കെ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം മാട്രിമോണി തട്ടിപ്പ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ പേരിൽ. അപ്പോൾ അതൊന്ന് എല്ലാവരെയും അറിയിക്കണമല്ലോ. ചിലപ്പോൾ നമ്മളെ അറിയുന്ന ആൾക്കാരെ, ഇപ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് വരെ നമ്മളെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോക്കൂ, എനിക്കിപ്പോൾ ബേബി എൻ്റെ ഹസ്ബൻഡിൻ്റെ രാഷ്ട്രീയം വെച്ചിട്ട് അവർക്കൊരു ഇൻഡയറക്റ്റ് ശത്രുവായിട്ട് എന്നെ കാണുന്ന പലരും ഉണ്ടായിരിക്കാം. നമ്മൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തിലോ കാര്യത്തിലോ ഇല്ലെങ്കിൽ പോലും ഹസ്ബൻഡിന്റെ രാഷ്ട്രീയം വെച്ച് നമ്മളെ ഇൻഡയറക്ട്ലി നമ്മളെ ശത്രുവായിട്ട് കാണുന്ന എത്രയോ പേരുണ്ടായിരിക്കാം. ഇങ്ങനെ കാണുന്ന ആർക്കെങ്കിലും ഇതേ രീതിയിൽ തന്നെ എൻ്റെ പേരിൽ ഒരു പ്രൊഫൈൽ തുടങ്ങി ഇത്തരത്തിലൊക്കെ ചാറ്റ് ചെയ്ത് അവസാനം എൻ്റെ പേരും എൻ്റെ DP-യും വെച്ചിട്ട് അവരൊരു പ്രൊഫൈൽ തുടങ്ങിയെന്ന് വെക്കുക, ആരെങ്കിലും പറ്റിച്ച് അവസാനം ഇത് ഞാനാണെന്നുള്ള രീതിയിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഒരു വാർത്ത അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളെ സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വേണമെന്നുണ്ടെങ്കിൽ താറടിച്ച് കാണിക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ചിലപ്പോൾ എൻ്റെ ശത്രുക്കൾ ചെയ്യുന്നതായിരിക്കാം, ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ അതിൽ പോയി വീഴരുത് കേട്ടോ. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ബൈ, സ്റ്റേ സേഫ്.